നമുക്ക് ഇന്ന് നാളെ ക്യാപ്സ് ചിക്കൻ കഴിച്ചാലോ? ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു SM വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. KFCയിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ ഒരു ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഈ ബ്രോസ്റ്റഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക്, കാശ്മീരി ചില്ലി പൗഡർ, വിനെഗർ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഒരു 2 to 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ചില്ലി പൗഡർ, അതൊക്കെ ഒരാളെ ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ചിക്കൻ ഇതുപോലെ ഓരോന്നായി നമുക്ക് ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പിന്നെ ഓട്സും മൈദയും ഒരേ രീതിയിൽ ചെയ്താലും മതി. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഓട്സ്, പിന്നെ ഒരു ബൗളിൽ ഒരു മുട്ട, 1/2 കപ്പ് പാല്, കുറച്ച് ഉപ്പ്, ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ മുട്ടയിൽ ആദ്യം മുക്കുക. അതിന് ശേഷം ഓട്സിൽ മുക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 3 സ്റ്റെപ്പും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാനൊരു പ്രഷർ കുക്കറിലാണ്. ഒറ്റ വിസിൽ കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഈ ഒരു ചിക്കൻ കുക്കായി വരും. അല്ലാതെ സാധാ രീതിയിലും ഇത് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പ്രഷർ കുക്കർ വെച്ച് നന്നായി ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു 3-4 ചിക്കനെ എടുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഭാഗം ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വരുമ്പോഴേക്കും നമ്മളെ അടിപൊളി KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ഈ ഒരു ചിക്കൻ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.